നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വീട്ടിൽ തന്നെയുള്ള പഴയ ക്ലോത്ത്സ് വെച്ചിട്ട് എങ്ങനെ ഒരു ഫേസ് മാസ്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. കുറഞ്ഞ സമയത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മാസ്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു മാസ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പഴയ ലെഗിൻസാണ്. പിന്നെ 2 ഹെയർ ടൈ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ലെഗിൻസ് എടുത്തിട്ട് അതിൻ്റെ എലാസ്റ്റിക്കിൻ്റെ താഴെ വരുന്ന വീതിയുള്ള ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ പീസസ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങളിത് ഏത് ഷേപ്പിലാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ഞാനിവിടെ ഒരു കാർഡിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു അളവ് വന്നിട്ട് നിങ്ങളുടെ മൂക്കിൻ്റെ പകുതി മുതൽ താടി വരെയുള്ള ആ ഒരു അളവ് നോക്കിയിട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലെഗിൻസിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തുനിന്ന് നമുക്ക് 4 പീസസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ലെഗിൻസിൽ നിന്ന് 4 പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് 2 പീസസിനെ ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആക്കുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ അതിനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഏത് സൈഡാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളതനുസരിച്ചിട്ട് ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക, അതല്ല മെഷീൻ ഉള്ളവരാണെങ്കിൽ മെഷീൻ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും ആ സ്റ്റിച്ച്. അതല്ല കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഞാനൊന്ന് മെഷീൻ കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ 2 പീസസിൻ്റെ സൈഡ്സും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്ത പീസസിനൊന്ന് നൂർത്തി വെച്ചിട്ട് അതിൻ്റെ നല്ല വശം ഉള്ളിൽ വരുന്ന, അതായത് 2 പീസസിൻ്റെയും നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ അതിനെ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കാണിച്ചിട്ടുള്ളതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ 2 സൈഡ്സും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിൽ ഞാൻ കാണിക്കുന്ന ആ ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ഒന്ന് കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ട് വീണ്ടും മെഷീൻ യൂസ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഈ പീസസിൻ്റെ 2 സൈഡ്സും നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ നല്ല വശത്തിനെ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗത്ത് കൂടെ അതിൻ്റെ നല്ല വശത്തിനെ പുറത്തേക്ക് കൊണ്ടുവരാം. ഇനി നമുക്ക് ഈ മാസ്കിനൊരു എലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഹെയർ ടൈ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ എലാസ്റ്റിക് ഉണ്ടെങ്കിൽ എലാസ്റ്റിക് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ക്ലോത്ത് വെച്ചിട്ടൊരു പൈപ്പിംഗ് ഉണ്ടാക്കിയിട്ട് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ഹെയർ ടൈ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 2 സൈഡ്സ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഒരു നീളങ്ങനെയുള്ളൊരു പീസാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ക്ലോത്തിൻ്റെ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗത്തിനെ ഒന്ന് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് അതിൻ്റെ 2 സൈഡ്സിലുമാണ് നമ്മൾ ഈ ഒരു എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉള്ളോട്ടേക്ക് മടക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു എൻഡിൽ ഹെയർ ടൈൻ്റെ ഒരു ഭാഗം വെച്ച് കൊടുക്കുക. മറ്റേ എൻഡിൽ മറ്റേ ഭാഗം വെച്ച് കൊടുത്തിട്ട് ഒരു നീളങ്ങനെയുള്ളൊരു സ്റ്റിച്ച് അടിക്കുക. അങ്ങനെ 2 സൈഡ്സിലും ഈ ഒരു എലാസ്റ്റിക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസ് മാസ്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള പഴയ ക്ലോത്ത്സ് വെച്ചിട്ട് നമുക്ക് തന്നെ ഈ ഒരു ഫേസ് മാസ്ക് ചെയ്തെടുക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കൊക്കെ ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.